പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് നമ്മുടെ ചാനൽ 24 ഏഷ്യാനെറ്റ് കേബിൾ വിഷനിൽ ചാനൽ നമ്പർ 131 ലഭ്യമാണ്. ഇതവരുടെ അവസാനത്തെ യാത്രയാ. ഇനി ഇവിടുന്ന് പോയതുപോലെ അവര് മടങ്ങി വരില്ല. ചിരിച്ച മുഖമായിട്ട് കണ്ണനും ലക്ഷ്മിയും വരുന്നത് ഇനി നമുക്ക് കാണേണ്ടി വരില്ല. മണ്ടനായ നിന്റെ അച്ഛനാണ് പ്രതീക്ഷ വന്നിരിക്കുന്നത്, അതുകൊണ്ട് സൂക്ഷിക്കണം. ബുദ്ധിയുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ? അങ്ങനെ ചെയ്യാൻ പറ്റിയതുകൊണ്ടാ ഇപ്പോഴെങ്കിലും ആ പോയവനും അവന്റെ ഭാര്യയും കളിച്ച നാടകങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റിയത്. അങ്ങനെ ഒരു ക്രെഡിറ്റ് ഉണ്ട് ഇപ്പൊ ഉണ്ണിയേട്ടന്. പക്ഷെ അതിനപ്പുറം ഒന്നും ചെയ്യാൻ കഴിയില്ല. പാവം ആ മേഘേട്ടനാണെങ്കിൽ അതിനൊക്കെ ഒരുപാട് ശ്രമിച്ചതാ. എന്നിട്ട് അതിന്റെയൊക്കെ അവസാനം വീണുപോയി. എന്റെ ബലമായ സംശയം അന്ന് കമലേശ്വരത്തെ വല്യേട്ടൻ മേഘേട്ടനെ ഒറ്റിയൊന്നാ. അത് സംശയമല്ല, സത്യ. അന്ന് തോമസ് സാറിന്റെ വീട്ടിൽ നിന്ന് മേഘേട്ടൻ കണ്ണനെയും കൊണ്ടാ പുറത്തേക്ക് പോയത്. ആ സമയത്ത് മാർക്കോയ്ക്ക് മെസ്സേജ് പാസ് ചെയ്തത് കണ്ണൻ തന്നെയാ. അന്ന് ആക്സിഡന്റിൽ പരിക്ക് പറ്റിയ മാർക്കോയെ കൃത്യസമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചത് കണ്ണൻ തന്നെയാ. ആ സമയത്ത് ചോര വാർന്ന് റോഡരികിൽ കിടന്ന മേഘേട്ടൻ മരിക്കട്ടെന്ന് കരുതി അയാള് മേഘേട്ടനെ അവഗണിച്ചതാ. അതിനൊക്കെ പകരം ചോദിക്കുന്ന ദിവസമാ ഇന്ന്. എന്ത് വില കൊടുത്തും കണ്ണനെയും മഹാലക്ഷ്മിയും വെള്ള പുതപ്പിക്കുന്ന ദിവസം. കാലണയ്ക്ക് ഗതിയില്ലാത്തവനൊക്കെ കിട്ടിയ ചാൻസ് മുതലാക്കാൻ നോക്കുക. നാണം ഇല്ലടാ നിനക്കൊക്കെ. ഏതായാലും നിനക്ക് നാണം ഉണ്ടല്ലോ. സ്വന്തം ചേട്ടനെ പറ്റിച്ചല്ലടാ നീ ഇത്രയും കാലം ഇവിടെ ജീവിച്ചത്. സ്വത്തിനും പണത്തിനും വേണ്ടിയിട്ട് സ്വന്തം ഏട്ടനെയും ഏട്ടത്തെയും കൊല്ലാൻ നടക്കുന്നവനല്ലടാ നീ. നീ പിന്നെ വലിയ മഹാനായിരിക്കും. നീ എന്തിനു വേണ്ടിയാ നാട്ടിലേക്ക് വന്നത്? മേഘേട്ടൻ തന്ന നക്കാപ്പിച്ചയും വാങ്ങിക്കൊണ്ട് ഇപ്പൊ പുറത്തോട്ട് പോയ ഒരുത്തരെയും അവന്റെ ഭാര്യയും തമ്മിൽ തെറ്റിക്കാനല്ലേ നീ ഈ നാട്ടിലേക്ക് വന്നത്? എന്നിട്ട് പുണ്യാളനാവാൻ നോക്കിയാലുണ്ടല്ലോ ഓടിച്ചെന്നിട്ട് ആണപ്പലും ഞാൻ താഴെ ഇടും. എന്നാ അടിക്കടോ, ഇയാൾ അടിക്കേ. തല്ലിയ തിരിച്ചു തല്ലണേ സാഗരേട്ടന് അറിയാം. അതിനുള്ള ആരോഗ്യമുണ്ട്, മനസ്സും ഉണ്ട്. മര്യാദയ്ക്ക് അവനെ വിളിച്ചോണ്ട് പോവാൻ നോക്ക്. അങ്ങനെ പോകാനല്ല ഞങ്ങൾ വന്നേന്ന് പറഞ്ഞല്ലോ. ഈ വീടിന്റെ അവകാശികൾക്ക് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നതാ ഇഷ്ടം. ഈ വീടിന്റെ അധികപ്പറ്റി നീയും നിന്റെ ഭാര്യയും നമ്മുടെ അമ്മയുമാ. നിങ്ങളാ ഇവിടുന്ന് പോകേണ്ടത്. എന്താ ഉണ്ണി ഇവിടെ? പറഞ്ഞ കേട്ടോ, നമ്മളൊക്കെ അധികപ്പറ്റാണെന്ന്. ഈ വീട്ടിൽ ജീവിക്കേണ്ടവര് ഇവനും ഉള്ളതാണെന്ന്. എടീ, നീ ഈ വീട്ടിൽ ജനിച്ചു വളർന്നതാ. പക്ഷെ ഇവൻ അതുപോലെയല്ല. മേഘന്റെ ഭാര്യയായ നിന്നെ തട്ടിയെടുത്തവനാ. അത് മാത്രോ? ഇവന് പറയാനൊരു മേൽവിലാസം ഉണ്ടോ? അച്ഛനുണ്ടോ? അമ്മയുണ്ടോ? ഇതൊക്കെ ഉണ്ടല്ലോ നിനക്ക്. അച്ഛനും നിന്നെ പുന്നാരിച്ച് വഷളാക്കിയ ഒരു മുത്തശ്ശി ഉണ്ടല്ലോ. അതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും മെച്ചമുണ്ടോടി? ഞങ്ങളൊക്കെ ജീവനോടെ കത്തിച്ചോണ്ടിരിക്കുക. വീൽ ചെയറിലിരിക്കുന്ന ഒരു മാന്യനും അവന്റെ ഭാര്യയും കൂടെ. അങ്ങനെയുള്ളവരൊക്കെ ജീവിച്ചിരിക്കാൻ പാടില്ല. ഇയാള് തന്നെ ഇത് പറയണോടോ? കുറച്ചു കാലം പിന്നോട്ടൊന്ന് ചിന്തിച്ചു നോക്ക്. ഓർമ്മ വെച്ച നാൾ മുതല് അമ്മയെക്കാളും മറ്റാരെക്കാളും എന്നെ ഇയാളെ നന്നായി നോക്കിയതും വളർത്തിയതും ആ വീൽ ചെയറിലിരിക്കുന്ന മനുഷ്യനാ. അത് നിഷേധിക്കാൻ തനിക്കെന്നല്ല ആർക്കും പറ്റില്ല. നന്ദി എന്ന രണ്ടക്ഷരം അരികിലൂടെ പോലും പോയിട്ടില്ല. അങ്ങനെയുള്ളവരോടൊക്കെ സംസാരിച്ചിട്ട് എന്താ കാര്യം? പിന്നെ നിനക്കാണോടാ നന്ദിയുള്ളത്? ഇവളൊരു മണ്ടിയായതുകൊണ്ടാ നിന്നെ പോലൊരു ഫ്രോഡിനെ കല്യാണം കഴിച്ചത്. ഞാൻ ഫ്രോഡായിരുന്നു. പക്ഷേ നല്ല ആൾക്കാർക്കൊപ്പം കൂടിയ ശേഷം ഇപ്പൊ അവരെ പോലെയാ ചിന്തിക്കുന്നത്, ജീവിക്കുന്നത്.